ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഒരു ഇൻട്രോ എടുക്കാൻ പോലും നേരമില്ലാതെ ഞാൻ ഈ ഓടിപ്പാഞ്ഞ് പോണത് സാരി ഡ്രിപ്പിങ്ങിൻ്റെ മാസ്റ്റർ ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഞാൻ അത്യാവശ്യം ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. 9 മണിക്ക് എത്തേണ്ട പ്രോഗ്രാമിന് 9:30 ആയിട്ടാണ് ഞാൻ എത്തിയിട്ടുണ്ടായിരുന്നത്. ബട്ട് ഇറ്റ്സ് ഓക്കെ. ഞാൻ എണീച്ചപ്പോൾ എൻ്റെ കൂടെ തന്നെ ഹൈസി എണീച്ചു. അതാണ് ഫുൾ എൻ്റെ പ്ലാനൊക്കെ തെറ്റിയത്. കോഴിക്കോടുള്ള ഹോട്ടൽ മെറീനയിൽ വെച്ചിട്ടായിരുന്നു നമ്മളെ പ്രോഗ്രാം ഉണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ നല്ല എക്സൈറ്റ്മെൻറ്റിലാണ്. ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ഇതുപോലുള്ള മാസ്റ്റർ ക്ലാസ് ഒക്കെ അറ്റൻഡ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. എൻ്റെ ഫേസിൽ അത് കാണുന്നുണ്ടെന്നാണെന്നാണ് എൻ്റെ ഒരു നിഗമനം. അങ്ങനെ ഞാൻ ലിഫ്റ്റൊക്കെ കയറി 4th ഫ്ലോർ എങ്ങാണ്ടായിരുന്നു. എനിക്ക് ഓർമ്മയില്ല, കുറേ ആയി ഞാനിത് ഷൂട്ട് ചെയ്ത് വെച്ചിട്ട്. എഡിറ്റ് ചെയ്യാനുള്ള മടി കൊണ്ടാണ് കേട്ടോ. അങ്ങനെ അവിടെ എത്തിയപ്പോൾ എല്ലാവരും എത്തി തുടങ്ങുന്നേ ഉള്ളൂ. 10 മണിയൊക്കെ ആവും സ്റ്റാർട്ട് ചെയ്യാനെന്ന് പറഞ്ഞു. അപ്പോൾ ഇങ്ങനെ രജിസ്ട്രേഷനും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഓരോരുത്തർക്ക് ഓരോ സീറ്റ് അസൈൻ ചെയ്തിട്ടുണ്ട് കേട്ടോ അവർ തന്നെ. അങ്ങനെ ഞാൻ എൻ്റെ സീറ്റിൽ പോയിരുന്ന ബുക്കും പെന്നൊക്കെ എടുത്ത് ഫുൾ സെറ്റായിട്ട് ഇരിക്കുകയാണ്. ഈ ഒരു പ്രോഗ്രാം ഹോസ്റ്റ് ചെയ്യുന്നത് വിജിലസ് ബ്യൂട്ടി അക്കാഡമിയാണ് കേട്ടോ, ഇൻ കൊലാബറേഷൻ വിത്ത് സ്റ്റൈൽ വിത്ത് അമ്പു. അൻബറസു എന്നൊക്കെ പറഞ്ഞാൽ ഒരുവിധം സാരി ഡ്രിപ്പിസ്റ്റുകളുടെ ഇടയിൽ അത്യാവശ്യം ഫേമസ് ആയിട്ടുള്ള ഒരാളാണ് മൂപ്പർ. ഇതാണ് സജ്ന ചേച്ചി. ചേച്ചിനെ ഞാൻ അവിടെ വെച്ചിട്ടാണ് കേട്ടോ പരിചയപ്പെട്ടത്. ആളൊരു ബ്രൈഡൽ മേക്കപ്പ് ആർട്ടിസ്റ്റാണ്. സജ്ന മേക്ക് ഓവർ എന്നാണ് അക്കൗണ്ടിൻ്റെ പേര് കേട്ടോ. ചെക്കൗട്ട് ചെയ്ത് നോക്കൂ. ഇവർ നമ്മളോട് എല്ലാവരോടും ഒരു ബ്ലാക്ക് കളർ തീമായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാവരും ഒരു ബ്ലാക്ക് കളർ ഒപ്പിച്ച് വന്നിട്ടുണ്ട്. ഡ്രസ്സിലെല്ലാം വരെ എന്തെങ്കിലും ഒരു ബ്ലാക്ക് എല്ലാവരുടെ ഡ്രസ്സിലും ഉണ്ട്. ஹலோ கேரளா, எப்படி இருக்கீங்க எல்லாருமே? நல்லா இருக்கேங்க. தமிழ் புரியுதா? எல்லாருக்கும் தெரியுமா? புரியுதா? கன்ஃபார்மா? எல்லாருக்கும் தமிழ் அறியுமா? One of our group member and also Sari Madam's sister കൂടിയുണ്ട്. Please welcome. So ഒരു ലാമ്പ് ലൈറ്റിങ്ങോട് കൂടി നമുക്ക് ഈ ഒരു പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യാം. അങ്ങനെ ലാമ്പ് ലൈറ്റിംഗ് ഒക്കെ കഴിഞ്ഞ് ക്ലാസ് സ്റ്റാർട്ട് ചെയ്തു. ആദ്യം തന്നെ നമ്മൾ മെഷർമെൻറ്റ് എടുക്കുന്നതാണ് പഠിപ്പിച്ചു തന്നത്. ക്ലാസ് എടുക്കുന്ന സമയത്ത് ഞാൻ അധികം വീഡിയോസ് ഒന്നും ഇട്ടിട്ടുണ്ടായില്ല, ഫുള്ളി ഫോക്കസ്ഡ് ആയിരുന്നു. മെഷർമെൻറ്റ് എടുത്തതിന് ശേഷമാണ് നമ്മൾ അയണിങ് പഠിച്ചിട്ടുണ്ടായിരുന്നത് കേട്ടോ. അങ്ങനെ ക്ലാസ് ഒക്കെ നല്ല തകൃതിയായി നടക്കുന്നതിൻ്റെ ഇടയിൽ നമുക്ക് നല്ലൊരു കോഫി ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ കുടിച്ച് ഇങ്ങനെ ക്ലാസ് കേട്ടോണ്ടിരുന്നു. ആൻഡ് ഫൈനലി നമ്മളെ പ്ലീറ്റിങ്ങും അയണിങ്ങും ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി മോഡൽ വന്നിട്ട് വേണം ഡ്രേപ്പ് ചെയ്യാൻ. അപ്പോൾ ആ നേരം കൊണ്ട് നമ്മളോട് പോയി ഫുഡ് കഴിക്കാനാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞങ്ങൾ നേരെ ഫുഡ് കൗണ്ടറിലേക്ക് പോയി. അവിടുന്ന് നമുക്ക് സ്റ്റാർട്ടറായിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നത് സൂപ്പായിരുന്നു. അതൊക്കെ കുടിച്ചു. എനിക്ക് വലിയ ഇഷ്ടമായിട്ടില്ല, എന്നാലും ഓക്കെ. പിന്നെ നമുക്ക് ലഞ്ചിന് ചോറുണ്ടായിരുന്നു, ചപ്പാത്തി ഉണ്ടായിരുന്നു, ഇങ്ങനെ ഗ്രേവി ഐറ്റംസ്. ഞാൻ എല്ലാതും കുറേശ്ശെ ഉണ്ട്. ഡെസേർട്ടിനായിട്ട് നമുക്ക് പുഡിങ്ങും അതേപോലെ ഐസ്ക്രീമും കൂടെ ആയിരുന്നു. പുഡിങ് എന്ത് പുഡിങ്ങാന്ന് അറിയില്ല, പക്ഷെ നല്ല രസമുണ്ടായിരുന്നു സാധനം. അങ്ങനെ എല്ലാം കഴിച്ച് നമ്മൾ കുറച്ച് നേരം അവിടെ നിന്നുള്ള വ്യൂ ഒക്കെ നോക്കി ഇങ്ങനെ ഇരുന്നു. Yes, we are now Style with Anbu draping class. അങ്ങനെ നമ്മളെ മോഡൽ ഇവിടെ എത്തിയിട്ടുണ്ട്. സുന്ദരിയായിട്ട് മേക്കപ്പ് ഒക്കെ കഴിഞ്ഞ് എത്തിയിട്ടുണ്ട്. മേക്കപ്പ് ചെയ്തത് മിജിലിസ് മേക്ക് ഓവർ ആണ്. ഇനി നമ്മുടെ സാരി ഡ്രേപ്പിങ്ങിൻ്റെ സെക്ഷനാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. പ്രീ പ്ലേറ്റിംഗ് കഴിഞ്ഞു, ഇനി ഡ്രേപ്പിങ്ങിൻ്റെ സെക്ഷനാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അത് ഞാൻ അധികം ഒന്നും ഷൂട്ട് ചെയ്തിട്ടില്ല കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മളെ ഫൈനൽ ലുക്ക് വന്നിട്ട്. നല്ല ഭംഗിയുണ്ടായിരുന്നു, നല്ല നീറ്റായിരുന്നു സാരി ഡ്രേപ്പ് ചെയ്ത്. ഡ്രേപ്പിംഗ് സെക്ഷൻ കഴിഞ്ഞതിന് ശേഷം എല്ലാവർക്കും സർട്ടിഫിക്കറ്റ് ഒക്കെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തു. അതിന് ശേഷമാണ് നമുക്ക് ഹാൻഡ്സ് ഓൺ ട്രെയിനിങ് ഉണ്ടായിട്ടുണ്ടായിരുന്നത്. സോ ഐ ഹോപ്പ് യു ലൈക്ക് ദിസ് വീഡിയോ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത്. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരാം. അണ്ടൽ ദെൻ മാസലാമ.